ദേ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ? ഫസ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്ത് ലാഷസ് കേൾ ചെയ്ത് ചെറിയൊരു ലിപ് ബാം ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങുന്ന ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. കുറച്ച് നാളായിട്ട് മുഖത്ത് ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒരുക്കം വളരെ എളുപ്പമാണ്. ലിപ്സ്റ്റിക് ഇട്ട് ഒന്ന് ഒരുങ്ങിയാൽ മതി. എങ്ങനെയുണ്ട്? നമുക്ക് ഡ്രസ്സ് മാറി വരാം. ഈ ഒരു കുർത്ത സെറ്റാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇഷ്ടായോ? നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിക്കോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ചിട്ട് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കേണ്ടി വരും. എന്നാൽ പിന്നെ വാച്ചും പിന്നെ നമുക്ക് നമ്മുടെ ഇയറിങ്സും കൂടിയിട്ട് ഒന്ന് സെറ്റ് ആയേക്കാം. എനിക്കുണ്ടല്ലോ ഒരുങ്ങാനാണ് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ദേ ഈ ഒരു കമ്മലാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കണേ. ഞാൻ ഒരുങ്ങണ നേരത്ത് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, കാരണം എന്നാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പൊ ഒന്ന് ആക്റ്റീവായി വന്നതുകൊണ്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു വേഗം നമ്മൾ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. കാരണം ഓൾറെഡി പോകാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഈ കയ്യിലിട്ടിരിക്കുന്ന ബാൻഡ് നമുക്ക് തലമുടിയിൽ കെട്ടാനുള്ളതാണ്. അതായത് ഇത് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെയായാലും കെട്ടി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ഒക്കെ ഭയങ്കര മോശമായിട്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പതിയെ പതിയെ അത് കെയർ ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പൊ ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട്? അയ്യോ, ഒരു കാര്യം മറന്നു. കുർത്തി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ട്. ഇത് അമ്മയുടെ പൊട്ടാണ് കേട്ടോ. പൊട്ട് ഞാൻ തൊടുന്നത് വളരെ കുറവാണ്. കുർത്തി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പൊട്ട് നിർബന്ധം. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്നാൽ നമുക്ക് വേഗം നേരം കളയാണ്ട് പോയേക്കാം. അപ്പൊ എന്നാ ഓക്കെ, ബൈ.